എല്ലാ അനുഭവങ്ങളും തന്നെ നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള, അതുപോലെ തന്നെ ഒരു പക്ഷേ ചലഞ്ചിങ് ആയിട്ടുള്ള ഓരോ എക്സ്പീരിയൻസുകളും നമ്മളെ കൂടുതൽ പവർഫുൾ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിലെ ആ ഒരു വലിയ യാത്ര അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ്, സുധീഷിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നവനാണ് ഏറ്റവും കൂടുതൽ കരുത്തനായിട്ട് മാറുന്നുണ്ടാവുക, അല്ലെങ്കിൽ കരുത്തുള്ളവളായിട്ട് മാറുന്നുണ്ടാവുക. അതിലൂടെ തീർച്ചയായിട്ടും വലിയ വലിയ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരുപാട് കുടുംബങ്ങൾക്ക് റോൾ മോഡലായിട്ട് മാറിക്കൊണ്ടുള്ള ആ ആഹ്, ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. എന്തായാലും നമ്മുടെ ഈ ജീവിതയാത്രയിൽ, അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കളറ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നമ്മളെല്ലാ ദിവസവും സാധാരണ പറയുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാറ്റിനം 30 എന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫുഡ് കൊടുക്കുന്ന, അതായത് നമ്മൾ കഴിക്കുന്നത് ഒരു പക്ഷേ ബ്ലാക്ക് കോഫിയോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്ന ആ 30 മിനിറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഉണരുന്ന സമയത്ത് തന്നെ നമ്മളിവിടെ ഫീഡ് ചെയ്യുന്നത് 30 മിനിറ്റ് അല്ല, മിനിമം 1 അവർ തന്നെ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ അധികം പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകൾ നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഒരു വിന്നറായിട്ട് മാറുക അല്ലെങ്കിൽ ഒരു ചാമ്പ്യനായിട്ട് മാറുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു യാത്ര എൻജോയ് ചെയ്യുക, ആ ഒരു പ്രോസസ്സ് ഇഷ്ടപ്പെടുക. എനിവേ, നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓക്കെ, നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. നമ്മളൊരു പക്ഷേ ഓരോ ദിവസങ്ങളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് മനസ്സിലാക്കാറുള്ളത്. നമ്മളുടെ വിന്നിംഗ് ടീം സിസ്റ്റം നൽകുന്ന സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പക്ഷേ 10 കോർ സ്റ്റെപ്പിൻ്റെ പല ആംഗിളിലൂടെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. അതുപോലെ 13 എസെൻഷ്യൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരിക്കും. അതുപോലെ പല ഡിഫറൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ പല സമയങ്ങളിലായിട്ട് സംസാരിക്കാറുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിൽ വളരെയധികം നിർണായകമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരുപക്ഷേ അത്രമാത്രം ഇമ്പോർട്ടൻസ് എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ ടോപ്പിക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷേ അത്രമാത്രം ഇത് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് പോലും പലപ്പോഴും പല ആളുകളും സംശയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് പേസ് മീറ്റിംഗ്. പേസ് മീറ്റിംഗ് എന്താണെന്ന് അറിയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ വിന്നിംഗ് ടീം നമുക്ക് നൽകുന്ന റോഡ് മാപ്പ് ടു സക്സസ്, ആ ബുക്കിൽ പരാമർശിക്കുന്ന ഒരു ചാപ്റ്ററാണ് പേസ് മീറ്റിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് പേസ് മീറ്റിംഗ്. ഓക്കെ, നമ്മളിപ്പോൾ ആ ഒരു വിഷയത്തിലേക്കും വരുന്നുണ്ടായിരിക്കും. ഏറ്റവും ഫൈനലി ആ ഒരു പോയിന്റുകളിൽ തന്നെയാണ് നമ്മൾ ചെന്ന് ലാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക നമ്മുടെ ടോട്ടൽ പ്രസൻറ്റേഷൻ. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് ഓഫ് പേസ് മീറ്റിംഗ് നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് വിന്നിംഗ് ടീമാണ്. സോ നമുക്കിന്ന് അതിൻ്റെ ഓരോ ഇമ്പോർട്ടൻസ് നോക്കാം. നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള 2 കാര്യങ്ങളാണുള്ളത്. പ്രത്യേകിച്ചും അത് ഈ വെസ്റ്റീജ് എന്നുള്ളതല്ല, ഏത് കമ്പനിയിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഈവൻ ഏതൊരു ബിസിനസ് മോഡലാവട്ടെ, ഇനി ഡയറക്റ്റ് സെല്ലിംഗ് തന്നെ ആവണമെന്നില്ല, ഏത് ബിസിനസ് മോഡലാവട്ടെ, അവിടെയൊക്കെയുള്ള ഒരു 2 ഘടകങ്ങളാണ് നിർണായകമായിട്ടുള്ളത്. ഒന്ന് റിക്രൂട്ട്മെൻറ്റ്, അല്ലെങ്കിൽ പുതിയ ഒരു കസ്റ്റമറെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയൊരു കസ്റ്റമറെ നമ്മൾ കണക്ട് ചെയ്യുന്നു. നോർമലായിട്ടുള്ളൊരു ബിസിനസ്സിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അങ്ങനെ പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ വന്ന കസ്റ്റമറെ നമ്മൾ നിലനിർത്തുന്നു. നമ്മൾ വെസ്റ്റീജിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഭാഷയിൽ പറയുന്ന സമയത്ത് നിലനിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 കാര്യങ്ങളിൽ ഒന്ന് സംസാരിച്ചതിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് പോവാം. റിക്രൂട്ട്മെന്റ് എന്ന് പറയണമെങ്കിൽ പുതിയ ആളുകൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരണം. ഓക്കെ, പുതിയ ആളുകൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ, നമ്മുടെ ടീമിലേക്ക് വരണമെങ്കിൽ, പുതിയ ആളുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമുക്കൊരു റിക്രൂട്ട്മെന്റ് മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. റിക്രൂട്ട്മെന്റ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ ചേർക്കുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് നമുക്ക് വലിയ അധികം ആളുകളെ ഒന്നും ഇംപ്രസ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. നമുക്ക് വേണ്ടത്, യെസ്, വി ആർ റിക്രൂട്ടിംഗ് പീപ്പിൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മിലിറ്ററി റിക്രൂട്ട്മെന്റ് ക്യാമ്പൊക്കെ നടക്കുന്ന സമയത്ത് അതിലൂടെ പോകുന്ന, എല്ലാ ദിവസവും വാക്കിംഗ് ഒക്കെ പോകുന്ന, അല്ലെങ്കിൽ എല്ലാ ദിവസവും ആ ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്ന ചേട്ടന് ആ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. കാരണം
അദ്ദേഹത്തിന് ആ റാലിയിൽ പങ്കെടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില ക്വാളിറ്റീസ്, ബേസിക് ആയിട്ടുള്ള ചില ക്വാളിഫിക്കേഷൻസ് അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ എന്ന് പറയുന്ന പോലെ വഴിയിൽ പോകുന്നവനെ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടിയല്ല, അല്ലെങ്കിൽ വഴിയിൽ പോകുന്നവനെ പിടിച്ച് ചേർക്കുന്ന പരിപാടിയല്ല നമ്മുടെ ബിസിനസ് മോഡൽ അല്ലേ? അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരച്ചൊരച്ച് മാറ്റുകൂട്ടേണ്ട നമ്മുടെ സ്കിൽ എന്ന് പറയുന്നത് 4 ബേസിക്സ്, 4 കാര്യങ്ങളുണ്ടല്ലോ. ആ 4 കാര്യങ്ങൾ ഒരു എക്സ്പേർട്ടായിട്ട് മാറുക. ഒരുപക്ഷെ നല്ല രീതിയിൽ ലിസ്റ്റ് ഉണ്ടാക്കുന്ന, നല്ല രീതിയിൽ ലിസ്റ്റ് ഉണ്ടാക്കിക്കുന്ന, ഇനി ലിസ്റ്റ് ഉണ്ടാക്കാൻ ഏതെങ്കിലും തരത്തിൽ ചലഞ്ച് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരാളെ പരിചയപ്പെടുത്തുന്ന, നല്ല രീതിയിൽ ഒരാളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ആവശ്യമായുള്ള സ്കില്ലുകളുള്ള, അങ്ങനത്തെ നമ്മളൊരു ലിസ്റ്റ് ബിൽഡിംഗ് എക്സ്പേർട്ടായിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റിംഗ് എക്സ്പേർട്ടായിട്ട് മാറുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇൻവിറ്റേഷൻ. എങ്ങനെ ഒരാളെ നമ്മൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം, ത്രൂ ഫോണാണെങ്കിലും നേരിട്ട് ഫേസ് ടു ഫേസ് നോക്കിയിട്ടാണെങ്കിലും എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു വിഷയത്തിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കുക. എക്സ്പെർട്ടൈസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റുമോ? ഏത് കാര്യമാവട്ടെ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു വിത്തിൻ 1 or 2 വീക്സ് ഒക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ, ചെയ്യാതെ നമുക്കത് ഒരിക്കലും എക്സ്പെർട്ടൈസ് കിട്ടില്ല. ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കത് ഈസി ആയിട്ട് മാറും. ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി അല്ല, അത് നമുക്കത് ഒരു പ്രശ്നമില്ലാതെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലെത്തും. നോർമലി നമ്മൾ പറയാറുണ്ട്, പ്ലാൻ പ്രസൻറ്റേഷനൊക്കെ രാത്രി ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നമ്മൾ പ്ലാൻ പറയാൻ പറ്റണം. ആ ലെവലിൽ നമുക്ക് നമ്മൾ ഒരു പക്ഷേ പറയില്ലേ, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരാൾ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മേ എന്ന് വിളിച്ച് എഴുന്നേൽക്കുന്നതിന് പോലെ നമ്മളവിടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ പ്ലാനും ഒക്കെ പറയാൻ പറ്റുന്ന ആ ഒരു ലെവലിൽ നമുക്ക് പ്ലാനൊക്കെ പറ്റണം എന്നുള്ളതാണ്. സോ ആ ഒരു രീതിയിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കണം. ദെൻ ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ സിസ്റ്റം നമുക്ക് നൽകുന്ന ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെഗുലർ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ സ്വായത്തമാക്കി എടുക്കാൻ സാധിക്കും. ഏത്? അറിവ്. കഴിവല്ല, അറിവ് സ്വായത്തമാക്കി എടുക്കാൻ പറ്റും. പക്ഷെ കഴിവ് സ്വായത്തമാവണമെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. സോ രണ്ടാമത്തെ പോയിന്റാണ് റിട്ടൻഷൻ. റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നിലനിർത്തുക. നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം എന്നുള്ളതിൻ്റെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അതിന് ഇത് മാത്രം മതി. സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രം, അല്ലെങ്കിൽ സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. റിട്ടൻഷൻ എന്ന് പറയുന്ന കാര്യത്തിനാണ് പേസ് മീറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇനി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരുപക്ഷെ നമുക്കൊരു CEO മീറ്റിംഗ് സ്വന്തമായിട്ട് ഒരുപക്ഷെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. അത് ഞാൻ മാത്രം വിചാരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനും, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ലെവലിൽ മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ലീഡറായിട്ട് മാറേണ്ടതുണ്ട്. എനിവേ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന 2 മീറ്റിങ്ങുകളാണ്. ഒന്ന് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് നമ്മുടെ ടീമിലേക്ക് വരാൻ വേണ്ടി ഹോം മീറ്റിംഗ്, വന്ന ആളുകൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പേസ് മീറ്റിംഗ്. ഈ 2 എലമെന്റ്സ് നമ്മൾ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പുതിയ വ്യക്തികൾക്ക് നമ്മളുടെ ഫാമിലിയിലേക്ക്, നമ്മുടെ ടീമിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീമിൽ ഹോം മീറ്റിങ്ങുകൾ നിരന്തരമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. 2, വന്ന വ്യക്തികൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സിസ്റ്റത്തിനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും, അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്കില്ലുകൾ ആർജിച്ചെടുക്കാനും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് പേസ് മീറ്റിങ്ങുകൾ റെഗുലറായിട്ട് നടക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. സോ 2 തിങ്സ് ആർ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്: റിക്രൂട്ട്മെന്റ് ആൻഡ് റിട്ടൻഷൻ. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു വ്യാപ്തി കിട്ടുന്നുണ്ടായിരിക്കും. എന്താണ് ഈ പേസ് മീറ്റിംഗ് എന്നുള്ളത്? നമ്മൾ സാധാരണ പേസ് എന്ന് പറയുമ്പോൾ PACE എന്നാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ പേസ് മീറ്റിംഗ് എന്നുള്ളത് നമ്മുടെ ഭാഷയിൽ പറയണമെങ്കിൽ പ്രൊഡക്റ്റ് ആൻഡ് സിസ്റ്റം എഡ്യൂക്കേഷൻ. നമുക്ക് ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട്, അല്ലെങ്കിൽ ഓരോ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് നമുക്കൊന്ന് പരിശോധിച്ചാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. പ്രോഡക്റ്റ്, P സ്റ്റാൻഡ്സ് ഫോർ പ്രോഡക്ട്സ്. P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ എല്ലാം പ്രൊഡക്റ്റ് ആണ് അല്ലേ? നമ്മളുടെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ വോളിയം കൂടുതലാണ്. അല്ലാതെ ബാക്കി നമ്മളിപ്പോൾ എത്ര അധികം നമ്മൾ സംസാരിച്ചു എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ അതിൽ കാര്യമില്ല. നമുക്ക് ഗൗതം പാലി നമുക്ക് പൈസ തരുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന PVക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വോളിയത്തിനാണ് നമുക്ക് പൈസ തരുന്നത്, അല്ലെങ്കിൽ വെസ്റ്റേജ് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് മൂവ്മെൻറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്ക് അറിവ് കൊടുക്കണം. പ്രൊഡക്റ്റിനെ കുറിച്ച് ഉപയോഗിച്ചാൽ കിട്ടുന്ന എക്സ്പീരിയൻസുകളെ കുറിച്ച് നമ്മൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പേസ് മീറ്റിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്.
ദെൻ ആൻഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. പ്രൊഡക്റ്റ് നമുക്ക് കൃത്യമായിട്ട് പോകണമെങ്കിൽ പ്രൊഡക്റ്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. പ്രൊഡക്റ്റ് ഈസ് ദ ബ്ലഡ് സ്ട്രീം. ബ്ലഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ ഒഴുക്കുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ രക്തം ഒഴുകാതിരുന്നാൽ എന്ത് സംഭവിക്കും? എവിടെയെങ്കിലും ഇത് കട്ട പിടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോ അത് വരാതെ ആ ഒരു റെഗുലർ ആയിട്ടുള്ള ഫ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യലാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം. ഓക്കെ. ആൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബ്ലഡ് വെസൽസ് ആണ്. നമ്മൾ ഈ ബ്ലഡ് നന്നായിട്ട് പാസ് ചെയ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ബ്ലഡ് വെസൽ അത്രയും പക്കയായിരിക്കണം, ക്ലിയർ ആയിരിക്കണം അല്ലേ? അപ്പോൾ ബ്ലഡ് വെസലാണത്. അപ്പോൾ ഈ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിലൂടെ ബ്ലഡ് സ്ട്രീം പക്കയായിട്ട് പോകണമെങ്കിൽ എന്തുണ്ടാവണം? ബ്ലഡ് സ്ട്രീമും പക്കയാവണം, ബ്ലഡ് വെസൽസും സ്ട്രെങ്തൻ ആവണം. സോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിനെ കുറിച്ചും സിസ്റ്റത്തിനെ കുറിച്ചും ഒരു അവയർനെസ് കൊടുക്കലാണ് പേസ് മീറ്റിംഗ് എന്നുള്ളതിൻ്റെ സാരം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.